الحمد لله الواحد القهار غافر الذنب وكابل التوب نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وأن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم فابتغ فيما آتاك الله الدار الآخرة ولا تنس نصيبك من الدنيا وأحسن كما أحسن الله إليك ولا تبغ الفساد في الأرض إن الله لا يحب المفسدين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിക്കണമെന്നും പടച്ച തമ്പുരാന് തഖ്വയുള്ളവരായി ജീവിതം മുന്നോട്ട് നയിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്നും ആമുഖമായി എൻ്റെ ശരീരത്തോടും നിങ്ങളോടും ഉണർത്തുകയാണ്. അള്ളാഹു തഖ്വയോടുകൂടി ജീവിക്കുവാനും മരണസമയത്ത് ഈമാനോടുകൂടി മരിക്കുവാനുമുള്ള തൗഫീക്ക് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ മുസ്ലിങ്ങൾക്കിടയിൽ പണ്ഡിതന്മാർ അവർ പിഴച്ചാൽ, പണ്ഡിതന്മാർ വഴികേടിലായാൽ അവർ ഈ സമുദായത്തെ നശിപ്പിക്കുമെന്നും മുസ്ലിം സമുദായത്തിനിടയിൽ കക്ഷിത്തങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെയും കഴിഞ്ഞ ചരിത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ആ ഇനത്തിൽ മുസ്ലിങ്ങൾക്കിടയിലുണ്ടായിട്ടുള്ള കുറേ കക്ഷിത്തങ്ങൾ ഇത് എന്തിനാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ, പല കക്ഷികളും പിഴച്ച, മാത്രമല്ല ഇസ്ലാമിൻ്റെ ശത്രുക്കളാൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് വിഭാഗങ്ങൾ മുസ്ലിം സമുദായത്തിലേതായിട്ട് അറിയപ്പെടുന്നുണ്ട്. ഈ കക്ഷികൾക്ക് നേർക്ക് നേരെ ഒരുപക്ഷെ കേരളത്തിലും മുസ്ലിങ്ങൾക്കിടയിലും സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും അവരുടെ ആശയങ്ങൾ പലപ്പോഴും നമ്മുടെയൊക്കെ മലബാറിലെ, കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ പല വിഷയങ്ങളിലും അവരുടെ ആശയങ്ങൾ കടന്നു വരുന്നു എന്നത്, എങ്ങനെയാണ് ഇത് നമ്മിലേക്ക് കടന്നു വന്നത് എന്നും ഈ ആശയങ്ങളൊക്കെ ആരാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നും നമ്മൾ പഠിച്ചില്ലെങ്കിൽ, നമ്മളത് മനസ്സിലാക്കിയില്ല എങ്കിൽ ഉണ്ടാകുന്ന അപകടം, നമ്മൾ നല്ലത് എന്ന് കരുതിയിട്ട്, അതുപോലെ തന്നെ ദീന് എന്ന് കരുതിയിട്ട് ചെയ്യുന്ന പലതും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കർമ്മങ്ങളായിരിക്കും. അതാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകമുണ്ട്. ഇന്നമാ തൻഖലിയ ഖുറൽ ഇസ്ലാമു ഖുർവത്തൻ ഖുർവത്തൻ ഇദാ നശഅ ഫീഹിം മൻ ലം യഅരിഫുൽ ജാഹിലിയ്യ. ഇസ്ലാമിന്റെ പിരികൾ ഓരോന്നോരോന്നിങ്ങനെ ഉടഞ്ഞു പോകും. മുസ്ലിങ്ങൾക്കിടയിൽ ജാഹിലിയത്ത് എന്താണ് എന്ന്, ഇസ്ലാം അല്ലാത്തത് എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ആളുകൾ വളർന്നു വന്നു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ പിരികൾ ഉടഞ്ഞു പോകും, ഇസ്ലാം നശിച്ചു പോകുമെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകമുണ്ട്. സൂചിപ്പിക്കുന്നത്, ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്ന പല സിദ്ധാന്തങ്ങളും പല പ്രസ്ഥാനങ്ങളും അത് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും എത്രമാത്രം ഉപദ്രവം ചെയ്തു എന്നും നമ്മളുടെ ഈമാൻ നശിപ്പിക്കുന്നതിൽ ഇവരുടെ പങ്കെന്ത് എന്നും നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ പരലോക രക്ഷയ്ക്ക് അനിവാര്യമായിരിക്കും എന്നതുകൊണ്ട് കൃത്യമായി അത്തരം വിഷയങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാകണമെന്ന് ഉണർത്തുകയാണ്. മുസ്ലിം സമുദായത്തിൽ 3-ാം നൂറ്റാണ്ടിലുണ്ടായിട്ടുള്ള ഏറ്റവും പിഴച്ച ഒരു കക്ഷികളാണ് സൂഫികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം.
ഇത് ഞാൻ ഇങ്ങനെ പറയുമ്പോ ഏറ്റവും പിഴച്ചത് എന്ന് പറയുമ്പോൾ പല സഹോദരങ്ങളും ആലോചിക്കുന്നത് സൂഫികൾ എന്നത് ഇസ്ലാമിന്റെ മുസ്ലിങ്ങളുടെ ഔന്നിത്യത്തിലെത്തിയിട്ടുള്ള ഭക്തന്മാരായ ആളുകളാണല്ലോ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്കും ആരിഫീങ്ങൾക്കുമൊക്കെയാണല്ലോ സൂഫികൾ എന്ന് പറയുന്നത് എന്ന ചിന്തയാണ് പലപ്പോഴും നമ്മളിലേക്ക് ഉണ്ടാവല്. മാത്രമല്ല, എല്ലാ പിഴച്ച കക്ഷികളും ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ഇസ്ലാമിന്റെ ശത്രുക്കൾ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ കക്ഷികളും ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നന്മ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നല്ല ആശയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അവരുടെ പിഴച്ച ആശയങ്ങൾ മുസ്ലിം സമുദായത്തിലേക്ക് കടത്തിക്കൂട്ടിയിട്ടുള്ളത്. ഇതിലൊന്നാമത്തേതാണ് സൂഫികൾ. ആരാണ് ഈ സൂഫികൾ എന്ന് പറയുന്നത്? 4-ാം നൂറ്റാണ്ടിലാണ് അബൂ യസീദുൽ ബിസ്താമി എന്ന് പറയുന്ന ഇറാൻകാരനായ ഒരു മനുഷ്യനാണ് മുസ്ലിങ്ങൾക്കിടയിൽ ആദ്യമായിട്ട് സൂഫി ചിന്താഗതികൾക്ക് തുടക്കം കുറിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പിതാവ് ഒരു മജൂസിയാണ് എന്ന് പറഞ്ഞ ഒരു തീ ആരാധകനാണ്. ഇദ്ദേഹത്തിന്റെ കുടുംബം മുഴുവനും മജൂസികളാണ്. ഇദ്ദേഹം പിന്നീട് ഒരു ഇൽഹാം ഉണ്ടായി, ഒരു വെളിപാടുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ഈ മനുഷ്യനാണ് സൂഫി ചിന്താഗതികളുടെ, ഇസ്ലാമിലെ സൂഫി ചിന്താഗതികളുടെ തുടക്കക്കാരൻ, ഇറാൻകാരനായ മജൂസിയായ തീ ആരാധകനായ ഈ മനുഷ്യനാണ്. ഇദ്ദേഹം മുസ്ലിങ്ങൾക്കിടയിൽ ഈ തത്വചിന്ത വളർത്തുകയും, അത് എന്താണ് സൂഫിസത്തിന് പറയാനുള്ളത് വിശദമായി സൂചിപ്പിക്കട്ടെ. ഒരു ഖുത്ബ കൊണ്ടോ 2 ഖുത്ബ കൊണ്ടോ തീരുന്ന വിഷയമല്ല. പക്ഷെ അതിന്റെ രത്നച്ചുരുക്കം ഇതാണ്: അള്ളാഹുവിലേക്ക് ലയിച്ചു ചേരുന്ന അവസ്ഥ. ഇതെവിടെ നിന്നുണ്ടായി എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ ഹിന്ദു ധർമ്മശാസ്ത്രത്തിൽ നിന്നും ബുദ്ധ തത്വചിന്തയിൽ നിന്നുമാണ് മുസ്ലിങ്ങളിലേക്ക് ഈ പറയുന്ന സൂഫിസം എന്ന് പറയുന്ന ആശയം ഉണ്ടായിട്ടുള്ളത്. ഒരാൾക്ക് സൂഫിസത്തിലേക്ക്, അതായത് യഖീനിലേക്ക്, മഅരിഫത്തിലേക്ക്, അള്ളാഹുവിനെ കൃത്യമായി തിരിച്ചറിഞ്ഞ് അള്ളാഹുവിൽ ലയിച്ചു ചേരുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ എത്തിച്ചേരണമെങ്കിൽ അയാൾക്ക് ഉണ്ടാകേണ്ട ഒന്നാമത്തെ നിബന്ധന, അത് മാത്രം എന്ന് സൂചിപ്പിക്കട്ടെ, ഒന്നാമത്തെ നിബന്ധനയാണ് അയാൾ സാഹിദായിരിക്കണം, സുഹൃദ് ഉള്ള ആളായിരിക്കണം. എന്താണ് സുഹൃദ്? വിശുദ്ധ ഖുർആനിലും അതുപോലെ തന്നെ ഹദീസിലും ഇതുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്നതിന്റെ മുമ്പ് ഈ സൂഫി ചിന്തയുടെ ആളുകൾ എന്താണ് സുഹൃദ് എന്ന് സൂചിപ്പിച്ചത് ആദ്യം വിശദീകരിക്കാം. ഒന്നാമത്തേത്, ദുനിയാവുമായിട്ടുള്ള എല്ലാ ബന്ധവും ഒരു സൂഫി, അതായത് നിങ്ങൾ അള്ളാഹുവിലേക്ക് ലയിച്ചു ചേരുവാനും യഥാർത്ഥ ഈമാനിലേക്ക് എത്തിച്ചേരുവാനും ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഒന്നാമത് നിങ്ങൾ ദുനിയാവുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കണം. ഭൗതികമായ യാതൊരു ചിന്തയും പാടില്ല. അതുപോലെ തന്നെ ഭൗതികമായിട്ട് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഒരു സൂഫിയായ മനുഷ്യന്, ഒരു അള്ളാഹുവിലേക്ക് ലയിച്ചു ചേരാൻ ഉദ്ദേശിക്കുന്ന ഒരു മനുഷ്യന് പാടില്ല. ദുനിയാവ് എന്ന് പറയുന്ന അദ്ദുന്യ ജീഫത്തുൻ. ഇതിലൊരു വിഷയം കൂടിയുണ്ട്. എല്ലാ പിഴച്ച കക്ഷികളും, അത് സൂഫികളാണെങ്കിലും ശരി, ഷിയാക്കളാണെങ്കിലും ശരി, അതുപോലെ തന്നെ ഖദരിയാക്കളാണെങ്കിലും ജബരിയാക്കളാണെങ്കിലും, ഇതുപോലെ തന്നെ ബഹായികളാണെങ്കിലും ബറൈൽവികളാണെങ്കിലും, ഇങ്ങനെ മുസ്ലിങ്ങൾക്കിടയിലേക്ക് ഇസ്ലാമിന്റെ ശത്രുക്കൾ കടത്തിക്കൂട്ടി വന്നിട്ടുള്ള എല്ലാ പിഴച്ച കക്ഷികളും അവലംബിച്ചിട്ടുള്ളത്, അവരുടെ ആയുധം അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ കള്ള ഹദീസുകൾ കെട്ടിയുണ്ടാക്കലാകുന്നു. എല്ലാ പിഴച്ച കക്ഷികളും. അത് നിങ്ങൾ പഠിക്കുക. ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വിപരീതമായിട്ട് വന്നിട്ടുള്ള എല്ലാ കക്ഷികളും അവരുടെ അവലംബമായിട്ട്, അവരുടെ ആയുധമായി സ്വീകരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഹദീസുകൾ കെട്ടിയുണ്ടാക്കിയിട്ടുള്ള അത്തരത്തിലുള്ളൊരു ഹദീസാണ് അദ്ദുന്യ ജീഫത്തുൻ വതാലിബുഹാ കിലാബുൻ. ദുനിയാവ് എന്ന് പറയുന്നത് ശവമാണ്, ശവത്തിന് തുല്യമാണ്. അതിനെ തേടുന്നവനോ, ദുനിയാവ് അന്വേഷിക്കുന്നവൻ, ഒരു കച്ചവടക്കാരൻ, അതുപോലെ തന്നെ ദുനിയാവിന് വേണ്ടി പണിയെടുക്കുന്ന, ഭൗതികമായ മഈശത്തിന് വേണ്ടി പണിയെടുക്കുന്ന മനുഷ്യൻ, അവൻ പട്ടിക്ക് തുല്യമാണ്. ഇത് സൂഫി ഗ്രന്ഥങ്ങളിൽ നിറഞ്ഞു കാണുന്ന ഒരു ഹദീസാണ്. നിങ്ങൾ സുഹൃദിലേക്ക്, അതുപോലെ തന്നെ ദുനിയാവിനോടുള്ള വിരക്തിയിലേക്ക് കടന്നു വരണം. കാരണം ദുനിയാവ് എന്ന് പറയുന്നത് ശവമാകുന്നു. ഒരു സൂഫിസത്തിന്റെ, സൂഫി ചിന്തയുടെ ഏറ്റവും ആധികാരികമായ ഒരു ഗ്രന്ഥമുണ്ട്, കശ്ഫുൽ മഹ്ജൂബ് എന്നാണ് അതിന്റെ പേര്. ലോകത്ത് എല്ലാ തരത്തിലുള്ള തരീക്കത്തുകാരും
എല്ലാ തരീഖത്തുകാരും ഒരേപോലെ അംഗീകരിക്കുന്ന കശ്ഫുൽ മഹ്ജൂബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അതിന്റെ ഗ്രന്ഥകർത്താവ് ഒരു സൂഫി പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ഭക്ഷണം കഴിക്കരുത്. എങ്ങനെ? രസകരമായ രുചികരമായ ഭക്ഷണം നിങ്ങൾ കഴിക്കരുത്. രുചികരമായ ഭക്ഷണം നിങ്ങൾ കഴിക്കുന്നതിനേക്കാൾ നല്ലത് വീഞ്ഞുകൊണ്ട് നിങ്ങളുടെ വയറ് നിറക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ ഇതേ ചിന്ത നേരത്തെ ഖവാരിജികളുടെ അടുക്കൽ നമുക്ക് ഇതേ ചിന്ത കാണാൻ സാധിക്കും. അതായത് ദുനിയാവുമായിട്ടൊരു ബന്ധം പാടില്ല, നല്ല വസ്ത്രം ധരിക്കാൻ പാടില്ല, നല്ല ഭക്ഷണം കഴിക്കാൻ പാടില്ല. മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ, അവരിൽ നിന്ന് പിഴച്ചു പോയിട്ടുള്ള ആളുകളാണ് ഖവാരിജികൾ എന്ന് പറയുന്നത്. ഇവരെ നന്നാക്കാൻ വേണ്ടി അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞേക്കുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വളരെ നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് അവരുടെ അടുക്കലെത്തിയപ്പോൾ അവർ പറയുന്ന വാക്കുണ്ട്, നിങ്ങളുമായിട്ട് ഞങ്ങൾ സംസാരിക്കില്ല. കാരണം നിങ്ങൾ നല്ല വേഷം ധരിച്ചിട്ടാണ് ഉള്ളത്. നല്ല വേഷം ധരിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഭക്തന്മാരല്ല, യഥാർത്ഥത്തിലുള്ള ഈമാനുള്ള ആളുകളല്ല. അതുപോലെ തന്നെ നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കുന്നവരാണ്. അതുകൊണ്ട് നല്ല ഭക്ഷണം കഴിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഈമാനുള്ള ആളുകളല്ല. ഈ ഖവാരിജികളുടെ അതേ ചിന്ത തന്നെയാണ് സൂഫി ചിന്തകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നല്ല ഭക്ഷണം കഴിക്കാൻ പാടില്ല, ദുനിയാവുമായിട്ടുള്ള ഒരു ബന്ധവും പാടില്ല, ഇനി നല്ല വസ്ത്രം ധരിക്കാൻ പാടില്ല. ഇതിനൊക്കെ ഒരു സങ്കടകരമായ അവസ്ഥ എന്തെന്ന് ചോദിച്ചാൽ, ഇതിനൊക്കെയും അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ കള്ള ഹദീസുകൾ കെട്ടിയുണ്ടാക്കിയിട്ടാണ് ഇത് മുഴുവനും പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, അലൈക്കും ബിലിവാസി സൂഫ്, നിങ്ങൾ കരിമ്പിടം ധരിക്കണം, കമ്പിളി വസ്ത്രം ധരിക്കണം. തജിദു ഹലാവത്തുൽ ഈമാൻ, അപ്പോഴാണ് നിങ്ങൾക്ക് ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം കിട്ടുന്നത്. ഈമാനിന്റെ മാധുര്യം നിങ്ങൾക്ക് ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ കരിമ്പിടത്തിന്റെ, കമ്പിളിയുടെ വസ്ത്രം മാത്രമേ ധരിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ മാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സൂഫി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുമ്പോ കരിമ്പിടത്തിന്റെ വസ്ത്രമാണ് ധരിച്ചിരുന്നത്. വഅലൈഹി 11 റുക്അത്തൻ, കരിമ്പിട വസ്ത്രം മാത്രം ധരിച്ചാൽ പോരാ, അത് ഈ തുന്നിക്കെട്ടിയിട്ടുള്ള, അതുപോലെ തന്നെ പലയിടത്തും കഷ്ണങ്ങൾ വെച്ച് തുന്നിയിട്ടുള്ള വസ്ത്രമായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുമ്പോ ഒരു കരിമ്പിടം ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം മരിച്ചത്. ആ കരിമ്പിടത്തിനാകട്ടെ 12ഓളം കഷ്ണങ്ങൾ വെച്ച് തുന്നിക്കെട്ടിയതായിരുന്നു. ഇത് ഹദീസ് എന്ന് പറഞ്ഞുദ്ധരിക്കുന്ന ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അൽ മൗദൂആത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസുകളെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വന്ന മുഴുവൻ ഹദീസുകളും, ഇത്തരത്തിൽ വന്നിട്ടുള്ള മുഴുവൻ ഹദീസുകളും കള്ളന്മാരായ ആളുകൾ ഇസ്ലാമിനും മുസ്ലിങ്ങളെയും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കെട്ടിയുണ്ടാക്കിയിട്ടുള്ളതാണ് എന്ന് മഹാനായ ഇമാം ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ കിതാബുൽ മൗദൂആത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാൻ സാധിക്കും. സൂചിപ്പിച്ചത് എന്താണ്? ഇസ്ലാമിലേക്ക്, ദീനിലേക്ക്, അള്ളാഹുവിലേക്ക് അടുക്കുവാനും പടച്ച തമ്പുരാനോട് കൂടുതൽ ലയിച്ചു ചേരുവാനുള്ള മാർഗമെന്ന് ചോദിച്ചാൽ ദുനിയാവുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കണം. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കുക, എന്താണ് ഈ വിഷയത്തിലൊക്കെയും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാഴ്ചപ്പാട്? കല്യാണം കഴിക്കാൻ പാടില്ല. സൂഫിസത്തിന്റെ മറ്റൊരു വിഷയം കൂടി പറയട്ടെ, കല്യാണം കഴിക്കാൻ പാടില്ല. എന്താ കാരണം? മഹാനായ ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണം അദ്ദേഹത്തെ ഒരു പെണ്ണ് പറ്റിച്ചതാണ്. ഹവ്വാ എന്ന് പറയുന്ന ഭാര്യയാണ് ആദം നബി അലൈഹിസ്സലാം പുറത്തു പോകാനുള്ള കാരണം. അവിടെ അവസാനിച്ചില്ല, കുറെ സംഭവങ്ങൾ ഇങ്ങനെ ഉദ്ധരിക്കുന്നു. സ്ത്രീകളെ കൊണ്ടാണ് കാബീലും ഹാബീലും തമ്മിൽ ലോകത്ത് ആദ്യമായിട്ട് ഒരു കൊലപാതകം നടക്കുന്നത് ഒരു പെണ്ണിന്റെ പേരിലാണ്. അതുകൊണ്ട് കല്യാണം കഴിക്കാൻ പാടില്ല. അപ്പോ ഒരാൾക്ക് ദീനിലേക്ക് യഥാർത്ഥത്തിൽ ലയിച്ചു ചേരണമെങ്കിൽ എന്ത് വേണമെന്ന് ചോദിച്ചാൽ ദുനിയാവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും, വിവാഹം പാടില്ല, നല്ല വസ്ത്രം ധരിക്കാൻ പാടില്ല. ഈ സൂഫി ഗ്രന്ഥങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. പലപ്പോഴും ഈ വഴിയരികിൽ നിന്ന് കിട്ടുന്ന ദുഷിച്ച ഭക്ഷണങ്ങൾ എടുത്ത് ഭക്ഷിച്ച് ഒരു ഡ്രസ്സ് തന്നെ 10ഉം 50ഉം ദിവസത്തോളം ധരിച്ച് 10ഉം 40ഉം ദിവസം ഒന്നിച്ച് നോമ്പ് തോൽക്കുന്ന, ഇങ്ങനെയൊക്കെ മഅരിഫത്തിന്റെ ഹാലിലേക്ക് എത്തിയ ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട്
സൂഫികളായ ആളുകളെ ചിത്രീകരിക്കുന്ന കഥകൾ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ഇതൊക്കെ എന്തിനാന്ന് ചോദിച്ചാൽ, ഇതൊക്കെ നിങ്ങൾ പരിശോധിച്ചു നോക്കുക. ഇതൊക്കെ എവിടെ നിന്നാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്? എവിടെയായിരുന്നു ഈ ചിന്തകൾ ഉണ്ടായിരുന്നത്? ലോകത്ത് മറ്റൊരിടത്തും ഇത്തരത്തിലുള്ള ഒരു ചിന്ത കാണില്ല. അത് കാണുന്നത് ഇന്ത്യയിലും ഇറാനിലുമൊക്കെ ഉണ്ടായിരുന്ന ആര്യൻ മതത്തിൽ മാത്രമാണ് ഇങ്ങനെ ഒരു ചിന്ത കാണുന്നത്. സൂഫികളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സൂഫി സന്യാസിയായി മാറിയ ഒരു മനുഷ്യന്റെ കഥ മലയാളത്തിൽ പലപ്പോഴും വാളുകളിലൊക്കെ, അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിലുള്ള പല വിധത്തിലുള്ള മുസ്ലിം സംഘടനകളുടെയും ഗ്രന്ഥങ്ങളിൽ നിറയെ സ്ഥലം പിടിച്ചിട്ടുള്ള ഒരു മനുഷ്യന്റെ ഇബ്രാഹിം ഇബ്നു അദ്ഹമിനെ കുറിച്ച് കേരളത്തിൽ മലയാളികൾക്കിടയിൽ വലിയ ഭക്തി നിർഭരമായ ഗാനങ്ങൾ വരെ, പാട്ടുകൾ വരെ ഉണ്ട്. പക്ഷെ അത് പിന്നീട് സൂചിപ്പിക്കും. പക്ഷെ ഇബ്രാഹിം ഇബ്നു അദ്ഹം ഒരു രാജകുമാരനായിരുന്നു. രാജകുമാരനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം ഒരു വേട്ടക്കിടയിൽ ഉണ്ടായിട്ടുള്ള വെളിപാട് അനുസരിച്ചാണ് തന്റെ എല്ലാ വസ്ത്രവും സമ്പത്തും ഒക്കെ ഒരു ആട്ടിടയനായ മനുഷ്യന് ഊരിക്കൊടുത്ത് കമ്പിളി വസ്ത്രവും ധരിച്ചിട്ട് പിന്നീട് കാടുകളിലൂടെയും അതുപോലെ തന്നെ വഴികളിലൂടെയും ഒക്കെ ആളുകളോട് യാചിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സൂഫിയായിട്ട് മാറുന്നത്. ഈ കഥകളൊക്കെയും മുന്നിൽ വെച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇതെവിടെ നിന്നാണ് ഇത്തരം ചിന്തകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്? മുആവിയയുടെ കാലത്ത്, മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്, അമവി കാലഘട്ടത്തിൽ ഇസ്ലാം ഇറാനിലും പേർഷ്യയിലും ഇന്ത്യയുടെ ഭാഗങ്ങളിലും ഒക്കെ വളർന്നു. അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. പക്ഷേ ഈ ഇസ്ലാമിലേക്ക് കടന്നു വന്ന പലരും തങ്ങളുടെ പൂർവ്വ മതത്തിലുണ്ടായിരുന്ന ചിന്തയും ആശയവും വെടിയാതെയാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഈ ആളുകളാണ് ആര്യൻ മതത്തിലുള്ള, ആര്യദർശനമുള്ള ആളുകളാണ് ഇസ്ലാമിലേക്ക് ഇത് കടത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. ഇസ്ലാമിലേക്ക് മാത്രമല്ല, ലോകത്ത് മതങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ സെമിറ്റിക് മതങ്ങളിലെല്ലാം ഈ ആര്യൻ അധിനിവേശം, വിശ്വാസപരമായ അധിനിവേശം നമുക്ക് കാണാൻ സാധിക്കും. ആ ആണ് മുസ്ലിങ്ങൾക്കിടയിലും ഈ നടത്താൻ ഉദ്ദേശിച്ച സൂഫിസം കൊണ്ട് നടത്താൻ ഉദ്ദേശിച്ചത്. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കുക, ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ് സുഹൃദുമായി ബന്ധപ്പെട്ട്? ഒന്ന്, ആദ്യം സൂചിപ്പിച്ചു, ദുനിയാവിനെ അന്വേഷിക്കാനേ പാടില്ല. അതാണ് പറഞ്ഞ അദ്ദുന്യ ജീഫത്തുൻ വ കിലാബ് വ താലിബുഹാ കിലാബുൻ. അടിസ്ഥാനപരമായ ഒരു തത്വം അതാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? സൂറത്ത് ഖസസിൽ ഒരു ആയത്ത് കാണാൻ സാധിക്കും. എന്താണ്? വലാ തൻസ നസീബക മിനദ്ദുന്യ. ദുനിയാവിന്റെ ഓഹരി നീ മറന്നു പോകാൻ പാടില്ല, മറക്കേണ്ടതില്ല. നിങ്ങൾ കച്ചവടക്കാരാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും കച്ചവടം ചെയ്യണം. അതുപോലെ തന്നെ ഒരു ഡോക്ടറാണെങ്കിൽ അയാൾ ക്ലിനിക്കിൽ പോകണം. ദുനിയാവുമായി ബന്ധപ്പെട്ട് ഒരു മഠത്തിലേക്ക് ഓടിയൊളിക്കുന്ന, സന്യാസ മഠത്തിലേക്ക് ഓടിയൊളിക്കുന്ന സൂഫിസം എന്ന് പറയുന്ന ചിന്ത, അത് ഖുർആൻ വിശദീകരിക്കുന്നില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുനിയാവുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളിലും അദ്ദേഹം ഉണ്ടായിരുന്നു. സഹാബത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹത്തെക്കാൾ അള്ളാഹുവിനെ മനസ്സിലാക്കുവാനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ അള്ളാഹുവിലേക്ക് അടുക്കുവാനും ലോകത്ത് ആർക്കാണ് സാധിക്കുന്നത്? എങ്കിൽ ആര്യൻ മതത്തിൽ നിന്ന് പിഴച്ച ചിന്തയാണ് ദുനിയാവുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കണം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും അദ്ദേഹം ധരിക്കാറുണ്ടായിരുന്ന ചുവന്ന വസ്ത്രത്തെക്കുറിച്ച് ഇമാം ബുഖാരിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകൾ കാണാൻ സാധിക്കും. ഒരു സംഘം ആളുകൾ, ഏതെങ്കിലും ഒരു യാത്രാസംഘം, ഒരു സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സംസാരിക്കാനെത്തുമ്പോ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന കുപ്പായങ്ങളിൽ ഏറ്റവും നല്ല, കാണാൻ ഭംഗിയുണ്ടായിരുന്ന ഒരു ചുവന്ന കുപ്പായം ഉണ്ടായിരുന്നു. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും പെരുന്നാളിന്റെ ഖുത്ബക്ക് പോലും ധരിക്കാറുണ്ടായിരുന്നത് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. എന്തായി പറഞ്ഞതിന്റെ അർത്ഥം? കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് നടന്നാൽ ഒരു മനുഷ്യൻ പുണ്യാത്മാവാകും, ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ ഔലിയ ആകും എന്നത് ഹിന്ദു സന്യാസത്തിൽ നിന്നാണ് ഇസ്ലാമിക സമൂഹത്തിലേക്ക് കടന്നു വന്നത്. വിവാഹം ഉപേക്ഷിച്ചുകൊണ്ട് ലോകത്ത് ഒരുപാട് മനുഷ്യരെ നമുക്ക് കാണാം, മുസ്ലിങ്ങളായ ആളുകൾ തന്നെ
വിശ്വാസികളായ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ വിവാഹം ഉപേക്ഷിച്ചത് എന്തിനാണ്? അള്ളാഹുവിലേക്ക് അടുക്കുവാൻ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് 2-3 ആളുകൾ വന്നു. നമുക്ക് സുപരിചിതമായൊരു സംഭവമുണ്ട്. നബിയുടെ വീട്ടിൽ 2-3 ആളുകൾ വന്നു. എന്നിട്ട് ചോദിച്ചു, എന്താണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതം എങ്ങനെയായിരുന്നു? പത്നിമാര് പറഞ്ഞു കൊടുത്തു, റസൂലുള്ളാഹി ചിലപ്പോഴൊക്കെ നോമ്പ് നിൽക്കാറുണ്ട്, ചിലപ്പോഴൊന്നും നോമ്പ് ഉണ്ടാവാറില്ല, ചിലപ്പോൾ രാത്രി കടന്നുറങ്ങാറുണ്ട്, ഞങ്ങളുമായിട്ട് ക്ഷയിക്കാറുണ്ട്, അതുപോലെ തന്നെ ചില സമയങ്ങളിൽ രാത്രി നിന്ന് നിസ്കരിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെയാണ് റസൂലുള്ളാഹിയുടെ നിത്യജീവിതം. ഇത് കേട്ടപ്പോ ഈ മനുഷ്യന്മാര് പറഞ്ഞു, അത് അള്ളാന്റെ റസൂലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത്രയൊക്കെ മതി, പക്ഷെ നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ ഇത്രയൊന്നും പോരാ. അതുകൊണ്ട് ഒരാൾ പ്രതിജ്ഞ ചെയ്തു, ഞാൻ ഇനി ഒരിക്കലും കല്യാണം കഴിക്കുന്നില്ല, ഭാര്യയുമായിട്ട് ക്ഷയിക്കില്ല, ഞാൻ ഇനി ഒരിക്കലും മാംസം ഭക്ഷിക്കില്ല, നല്ല ഭക്ഷണം കഴിക്കില്ല, ഇനി ഒരു കാലത്തും നോമ്പ് മുറിക്കില്ല. ഇങ്ങനെയൊക്കെ പ്രതിജ്ഞ എടുത്തിട്ട് പോയി ആളുകൾ. കുറച്ചു കഴിഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. ഈ വിവരം അറിഞ്ഞപ്പോ അവരെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അതെ, ഞങ്ങൾക്ക് അള്ളാഹുവിലേക്ക് അടുക്കാനാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വാക്ക്, ഞാൻ നിങ്ങളെക്കാൾ ഏറ്റവും ഭക്തനാകുന്നു, അള്ളാഹുവിനെ ഏറെ സൂക്ഷിക്കുന്നവനാകുന്നു ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്, ഞാൻ ഉറങ്ങാറുണ്ട്, ഞാൻ നോമ്പ് പിടിക്കുകയും നോമ്പ് മുറിക്കുകയും ചെയ്യാറുണ്ട്, നോമ്പില്ലാത്ത ദിവസവും ഉണ്ടാകാറുണ്ട്. മൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി. ഈ എന്റെ ഈ ചര്യയുണ്ടല്ലോ, ചൊവ്വായ ഈ മാർഗം, ഇത് ആരാണോ പിൻപറ്റാത്തത്, ഇതിനെ ആരാണോ വെറുക്കുന്നത്, ഇത് പോരെന്ന് ആർക്കാണോ തോന്നുന്നത്, അവൻ മുസ്ലിങ്ങളിൽപ്പെട്ടവർ അല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനം. ഇതെങ്ങനെയാണ് ഇസ്ലാമിലെ ആരിഫീങ്ങളായിട്ട്, ഇസ്ലാമിലെ ഔലിയാക്കന്മാരായിട്ട്, ഇസ്ലാമിൽ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ആളുകളായിട്ട് പറയുന്ന ആളുകൾക്ക് എങ്ങനെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ചര്യയിൽ നിന്ന് പുറത്തു പോകാൻ സാധിക്കുക? നമ്മൾ ആലോചിക്കുക. ചുരുക്കത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും നേർക്കുനേരെ നശിപ്പിക്കുന്നതിന് പകരം ഇസ്ലാമിന്റെ ഭക്തി പറഞ്ഞുകൊണ്ട്, ഇസ്ലാമിന്റെ തഖ്വ പറഞ്ഞുകൊണ്ട്, അള്ളാഹുവിനോടുള്ള ഇഷ്ക്, അള്ളാഹുവിനോടുള്ള സ്നേഹം പറഞ്ഞുകൊണ്ടാണ് മുസ്ലിങ്ങളെ പിഴപ്പിക്കുവാൻ എക്കാലത്തും ആളുകൾ രംഗത്ത് വന്നിട്ടുള്ളത്. ഈ സൂഫി പ്രസ്ഥാനങ്ങളുടെ ഉപോൽപ്പന്നമാണ് ഖാദിയാനികൾ എന്ന് പറയുന്നത്. ഈ സൂഫി പ്രസ്ഥാനങ്ങളുടെ ഉപോൽപ്പന്നമാണ് ബഹായിസം എന്ന് പറയുന്നത്, ബറേൽവിസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിറിയയിലൊക്കെയുള്ള ഖുർആൻ ഹദീസ് നിഷേധികളായ ആളുകൾ രംഗത്ത് വരുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഈ സൂഫി ചിന്താഗതിയിൽ നിന്നാണ് ഇവരൊക്കെയും കടന്നു വരുന്നത്. ഈ സൂഫി ചിന്ത തന്നെയാണ് പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള മക്ബറകളിലേക്ക്, ജാറങ്ങളിലേക്ക് നമ്മുടെ മുസ്ലിം സമുദായത്തിന്റെ ഒഴുക്ക് അങ്ങോട്ടേക്കുണ്ടായത് ഈ സൂഫി ചിന്തയിലൂടെയാണ്. വിശദമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഇൻഷാ അല്ലാഹ് പിന്നീട് അത് സൂചിപ്പിക്കാം. അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കുവാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وآله وصحبه أجمعين أيها الناس أوصيكم ثانيا بتقوى الله. മാന്യ സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിക്കണമെന്നും തഖ്വയോടുകൂടി ജീവിതം മുന്നോട്ട് നീക്കാൻ ശ്രമിക്കണമെന്നും എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. 2-3 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, ബഹുമാന്യനായ നമ്മുടെ പണ്ഡിതൻ ഹുസൈൻ മടവൂർ, അദ്ദേഹത്തിൻ്റെ ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞു. അള്ളാഹു എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. എല്ലാ ആളുകളും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഉണർത്തുകയാണ്. പൂർവാധികം ആരോഗ്യത്തോടുകൂടി ഈ സമുദായത്തിന് നേതൃത്വം കൊടുക്കുവാനും നമുക്ക് ഉപദേശങ്ങൾ നൽകുവാനും റഹ്മാനായ നാഥൻ അദ്ദേഹത്തിന് ആരോഗ്യം തിരിച്ചു കൊടുക്കുമാറാവട്ടെ. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, വളരെ പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ചൂട് അതികഠിനമായി കൊണ്ടിരിക്കുകയാണ്. ഒരു മഴ പെയ്തില്ല എങ്കിൽ, വേനൽ മഴ ലഭിച്ചില്ല എങ്കിൽ വെള്ളം കിട്ടാതെ അലയുന്ന അവസ്ഥയുണ്ടാവും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ.
ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഒരു കിതാബുണ്ട്, കിതാബുൽ കബായിർ എന്നാണ് ആ കിതാബിന്റെ പേര്. 100 കാര്യങ്ങൾ, വൻപാപങ്ങളുടെ കൂട്ടത്തിൽ 100 എണ്ണിപ്പറഞ്ഞിട്ടതിൽ 35-ാമത്തൊന്ന് പറയുന്നത്, ഇമാം ദഹബി പറയുന്നത് അള്ളാഹുവിന്റെ പരീക്ഷണത്തെ തൊട്ട് പേടിക്കാതിരിക്കുക എന്ന് പറയുന്നത് വൻ പാപങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് എന്ന് ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാൻ സാധിക്കും. അള്ളാഹ്ക്ക് എളുപ്പമുണ്ട് പരീക്ഷിക്കാൻ. ഈ മഴ നിന്നുപോയാൽ ലോകത്ത് ഒരു ശക്തിക്കും നമുക്ക് തരാൻ കഴിയില്ല. ഒരു കൃത്രിമ മഴ ഉണ്ടാക്കാൻ പോലും മനുഷ്യൻ അശക്തനായിരിക്കും. അള്ളാഹുവിന്റെ ചോദ്യം അതുണ്ട്. ഞാൻ നിങ്ങൾക്ക് വെള്ളം തന്നിട്ടില്ല എങ്കിൽ ആരാണ് നിങ്ങൾക്ക് തരിക? റഹ്മാനായ നാഥ, ഞങ്ങൾക്ക് വേറെ ആരുമില്ല തരാൻ, നീ മഴ വർഷിപ്പിക്കണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില മുന്നറിയിപ്പുണ്ട്, നമ്മളത് ഉൾക്കൊള്ളുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലം തൽഹറു അൽ ഫാഹിഷത ഫീ ഖൗമിൻ ഖത്തുൻ ഹത്താ യുഅലിനു ബിഹാ ഇല്ലാ ഫശാ ഫീഹിമുൽ ഔജാ അല്ലതി ലം യകുൻ ഫീ അസ്ലാഫിഹിം. ഒരു സമൂഹത്തിൽ മ്ലേച്ഛത അല്ലെങ്കിൽ തോന്നിവാസങ്ങൾ അതിൽ വ്യാപകമായാൽ ഇല്ലാ ഫശാ ഫീഹിമുൽ ഔജാ അല്ലതി ലം തകുൻ ഫീ അസ്ലാഫിഹിം, മുൻഗാമികൾക്ക് ഇല്ലാതിരുന്ന സാംക്രമിക രോഗങ്ങൾ അവരിലേക്ക് പടർന്നു പിടിക്കും. വ്യഭിചാരം അതുപോലെയുള്ള മ്ലേച്ഛമായ കാര്യങ്ങൾ ഒരു സമൂഹത്തിൽ വ്യാപകമായിട്ടുണ്ടെങ്കിൽ തീർച്ചയാണ് അവർക്കിടയിൽ മുമ്പ് അറിഞ്ഞുകൂടാത്ത രോഗങ്ങൾ പടർന്നു പിടിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമതൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലം യൻഖുസു അൽ മിക്യാല വൽ മീസാൻ ഇല്ലാ അഖദു ബിസ്സിനീന വശിദ്ദത്തുൽ മുഅ്ന. ഒരു സമൂഹം അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാൻ തുടങ്ങിയാൽ, അതായത് ഇടപാടുകളിൽ തട്ടിപ്പുകളും തരികിടകളും വർദ്ധിച്ചു വന്നാൽ അവർക്ക് ശിദ്ദത്തുൽ മുഅ്നത്തുണ്ടാകും. എന്ന് പറഞ്ഞാൽ കിട്ടിയത് കൊണ്ട് തികയാത്ത ഒരു അവസ്ഥ. ലക്ഷക്കണക്കിന് രൂപ കയ്യിൽ കിട്ടുന്നുണ്ട്, പക്ഷെ ഒന്നും എവിടെയും കാണാനില്ല. അങ്ങനെ ഒരു അവസ്ഥ അവർക്കുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൂന്നാമത്, വലം തംനഉ അസ്സകാത്ത, സകാത്ത് കൊടുക്കാത്തൊരു അവസ്ഥയുണ്ടെങ്കിൽ ഇല്ലാ മനഉ അൽ ഖത്റ, അല്ലാഹു മഴയെ തടഞ്ഞു നിർത്തും. ഒരു സമൂഹം കൃത്യമായി സകാത്ത് കൊടുക്കുന്നില്ല എങ്കിൽ തീർച്ചയാണ് അല്ലാഹു മഴയെ തടഞ്ഞു നിർത്തുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലൗലാ അൽ ബഹായിം ലം യംതറു, നിങ്ങൾക്ക് സകാത്ത് കൊടുക്കാത്ത ആളുകൾ ഉണ്ടായിട്ട് പോലും മഴ ഇടയ്ക്കൊക്കെ കിട്ടുന്നെന്ന് ചോദിച്ചാൽ ഇവിടെ കന്നുകാലികൾ ഉള്ളത് കൊണ്ടാണ്, മിണ്ടാപ്രാണികളായ ജീവികൾ ഉള്ളത് കൊണ്ടാണ് മഴ വർഷിക്കുന്നത്. സഹോദരങ്ങളെ, ഇത്തരം ഘട്ടത്തിൽ നമ്മൾ അള്ളാഹുവിനെ പേടിക്കുക. അള്ളാഹു പരീക്ഷിച്ചാൽ നമ്മെ രക്ഷപ്പെടുത്താൻ ആരുമുണ്ടാവില്ല. ഒന്നുണർത്തട്ടെ, ഏതെങ്കിലും സഹോദരങ്ങൾ, ഈ വാക്ക് കേൾക്കുന്ന ഏതെങ്കിലും സഹോദരങ്ങൾ സക്കാത്ത് കൊടുക്കാൻ വല്ലതും ബാക്കിയുണ്ടെങ്കിൽ ഉടനെ അത് കൊടുത്തു തീർക്കണം. അള്ളാഹു മഴയെ തടഞ്ഞു കളയും. നമ്മളെ പരീക്ഷിക്കാൻ അള്ളാഹു മഴയെ തടഞ്ഞ് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതോടൊപ്പം കൂടുതൽ വിനയാന്വിതരാവുക. നമുക്ക് അഹങ്കരിക്കാനൊന്നുമില്ല. ഒരു 2 വർഷം, ഒരു 4 മാസം മഴയങ്ങട്ട് നിന്നാലുണ്ടല്ലോ, പിന്നെ നമ്മുടെ എല്ലാ അഹങ്കാരവും അവസാനിക്കും. റഹ്മാനായ നാഥന്റെ ശിക്ഷക്ക് വിധേയരായാൽ ഒരു രക്ഷയുണ്ടാവില്ല. അള്ളാഹുവേ, ഞങ്ങളിനി കാക്കണേ തമ്പുരാനെ. ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക സഹോദരങ്ങളെ. രാത്രികാലങ്ങളിലൊക്കെ ഇപ്പോൾ ഉള്ള സങ്കടം എന്തറിയോ? മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള നിസ്കാരം പോലും സംഘടനാ പ്രചരണമായിട്ട് മാറ്റിയിരിക്കുന്നു. എന്തൊരു സങ്കടം ആലോചിച്ചു നോക്കി നിങ്ങൾ. ഇന്ന മൗലവിയുടെ നേതൃത്വത്തിൽ, ഇന്ന ആളുടെ നേതൃത്വത്തിൽ മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള നിസ്കാരം പോസ്റ്റർ അടിച്ചിട്ട്, കൂട്ടരെ അങ്ങനെയല്ല മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന വേണ്ടത്. മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന വേണ്ടത് എല്ലാം അള്ളാഹുവിന് സക്കാത്ത് കൊടുക്കാനുള്ളത് കൊടുത്തു തീർത്ത് വിനയാന്വിതരായിട്ട് ജീവിച്ചിട്ട് കന്നുകാലികളെയും എല്ലാവരെയും ഒന്നിച്ചു കൂട്ടിയിട്ട്, നമ്മുടെ കയ്യിലുള്ള വീട്ടിലെ വളർത്തു മൃഗങ്ങളെയും ഒക്കെ ഒന്നിച്ചു കൂട്ടിക്കൊണ്ടുപോയി നാട്ടിലുള്ള എല്ലാവരും വിനയാന്വിതരായിക്കൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ കൈ ഉയർത്തിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മൾ ആരുടെ പ്രാർത്ഥനയാണ് അള്ളാഹു സ്വീകരിക്കുക എന്ന് പറയാൻ കഴിയില്ല. നമ്മൾ നിരന്തരമായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക.
റഹ്മാനായ നാഥ, ഞങ്ങൾക്കിനി മഴ വർഷിപ്പിച്ചു തരണേ തമ്പുരാനെ. അള്ളാഹുവേ, നിന്റെ പരീക്ഷണം താങ്ങാനുള്ള കരുത്ത് റഹ്മാനായ നാഥ ഞങ്ങൾക്കില്ല തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ തമ്പുരാനെ. അള്ളാഹുവെ, അനുഗ്രഹത്തിന്റെ മഴ ഞങ്ങൾക്ക് നീ വർഷിപ്പിക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കന്നുകാലികൾ ചത്തൊടുങ്ങുന്ന അവസ്ഥ നീ ഉണ്ടാക്കരുതേ തമ്പുരാനെ. റഹ്മാനായ നാഥ, വലിയ വരൾച്ചകൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട സമൂഹങ്ങൾ നാട്ടിലുണ്ട്. നാഥ, അക്കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തരുതേ തമ്പുരാനെ. അള്ളാഹുവെ, അനുഗ്രഹത്തിന്റെ മഴ വർഷിപ്പിത്തരണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗൈസ്നാ ഗൈസൻ മുഈസൻ മുദല്ലിലൻ മുദക്കിറൻ യാ റഹ്മാൻ. അള്ളാഹുവെ, അനുഗ്രഹത്തിന്റെ മഴ വർഷിപ്പിക്കണേ തമ്പുരാനെ. വെള്ളം കിട്ടാതെ പ്രയാസപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തരുതേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ പാപങ്ങൾ കാരണം ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ തമ്പുരാനെ. റഹ്മാനായ നാഥ, ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണേ തമ്പുരാനെ. ഞങ്ങൾ നിസ്സഹായരാണ്, ഞങ്ങളെ സഹായിക്കാൻ നീയല്ലാതെ മറ്റാരുമില്ല. നാഥ, ഞങ്ങളെ നീ സഹായിക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ നാട്ടിന് ഐശ്വര്യപൂർണമായ മഴ നീ വർഷിപ്പിച്ചു തരണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.